ജനദ്രോഹ നയങ്ങൾ തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മെയ് 20-ന് ദേശവ്യാപകമായി നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുമെന്ന് CITU മണ്ണാർക്കാട് ഡിവിഷൻ കൺവെൻഷൻ. ലോകത്തൊഴിലാളികളുടെ ദിവസമായ മെയ് 1-ലെ മെയ് ദിനം അതിഗംഭീരമായി നടത്തുവാനും കൺവെൻഷൻ തീരുമാനിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ ചേർന്ന കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ അടിമകളെപ്പോലെ കാണുക എന്നതാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയിലാണ് തൊഴിലാളികൾ ഇത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തൊഴിലാളികളെ ഘട്ടഘട്ടമായി കൂലി അടിമകളാക്കി മാറ്റുന്ന നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ജോലിയില്ല, പൊതുമേഖലകളില്ല, പൊതുമേഖലകളിൽ നിയമന നിരോധനം നടപ്പിലാക്കുന്നു. കോൺട്രാക്ട് കാഷ്വൽ ലേബേഴ്സ് വർക്കേഴ്സ് രാജ്യത്ത് എണ്ണത്തിൽ വർധനമുണ്ടാകുന്നു. ഏത് തൊഴിലാളികളെ വേണമെങ്കിലും ജോലിക്കെടുക്കാം, പിരിച്ചുവിടാം. മോദി പ്രഖ്യാപിച്ച തൊഴിലാളികളുടെ കൂലി എന്ന് പറയുന്നത് 202 രൂപയാണ്. CITU നേതാക്കളായ P. മനോമോഹൻ, UT രാമകൃഷ്ണൻ, പ്രശോഭ്, K. കുമാരൻ, P. ദാസൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് M. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷൻ സെക്രട്ടറി KP മസൂദ് സ്വാഗതവും CITU ജില്ലാ കമ്മിറ്റി അംഗം ഹക്കിം മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു. മെയ് ദിന റാലി രാവിലെ 9 മണിക്ക് കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച് KTM സ്കൂൾ പരിസരത്ത് സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനം നടക്കും.